ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ വീട്ടമ്മ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജസ്റ്റിസ് സരിജഗൻ കമ്മിറ്റിയെ സമീപിച്ച സംഭവം കൗൺസിലിൽ ചൂടേറിയ ചർച്ചയായി. തെരുവുനായ്ക്കൾ നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്നതായി കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഇവയെ പിടികൂടി വന്ധ്യംകരിക്കാനുള്ള പദ്ധതി കാര്യക്ഷമമല്ലെന്നും പരാതി ഉയർന്നു. കഴിഞ്ഞ മാസം കവളപ്പാറയിലും കൂനത്തറയിലും തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ വിഷയവും കൗൺസിലർമാർ ഉന്നയിച്ചു. നമ്മൾ ഈ 5 ലക്ഷം കെട്ടിവെച്ചാൽ 5 ലക്ഷം കെട്ടിവെക്കാൻ ഷെൽട്ടർ പോലുള്ള വണ്ടിയിൽ അവർ വരും. ആ വണ്ടിയിൽ നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്ത് വന്ന് നിൽക്കും. നായ്ക്കൾ ഇവരെ കണ്ടാൽ ഓടും. ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത. ആ വസ്തുതയ്ക്കെതിരായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വാക്കുന്നുണ്ട്. ഈ നായ്ക്കൾ ഓടാതിരിക്കാൻ പ്രസാദിൻ്റെ അടുത്ത് വല്ല പുതിയ നിർദ്ദേശം. ഈ വണ്ടി വരുമ്പോൾ നായ്ക്കൾ ഓടാതിരിക്കും എന്നുണ്ടെങ്കിൽ പ്രസാദ് പറഞ്ഞാൽ നമുക്കറിയാം. ഇതൊന്നും പറയാണ്ട് നമ്മളിങ്ങനെ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് പത്താമത്തെ കാര്യം ചെയ്യും. എല്ലാവർക്കും അറിയാം നായ്ക്കള് ആളെ കണ്ടവരും. പണ്ട് നമ്മള് നായ്ക്കളെ പിടിക്കാൻ വന്നിരുന്ന് പുറത്ത് വെച്ചിട്ട് അവരെ കണ്ടാൽ തന്നെ നായ്ക്കൾ എവിടെ പോയി വരും. അപൂർവമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തു. നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു നിർദ്ദേശം നമുക്ക് നമുക്ക് പറയാൻ പറ്റും. അത് അറിയിച്ചാൽ മതി. ഞാൻ പോകണോട് എന്റെ അവിടെ കുറെ ശല്യങ്ങളുടെ ശരി, നമുക്ക് പറയാം. ഞാൻ പറയാം, അടുത്ത തവണ വരുമ്പോൾ നന്ദനെ കയറ്റാൻ പറയാം. എന്തായാലും നിർബന്ധമായി കയറ്റാൻ അല്ലെങ്കിൽ ഞാൻ വന്ന് കയറ്റി. ഇതില് അപ്പോ ഇതിപ്പോ കുറച്ച് ദിവസം മുമ്പ് അറിഞ്ഞൊരു കാര്യം, ഈ മുണ്ടായാലും ഒരാള് ഒരു ഉദാഹരണത്തിന് തെരുവായ്ക്കളൊക്കെ വളർത്താൻ അപ്പൊ നമുക്ക് എന്താ വെച്ചാ നമ്മുടെ സംവിധാനത്തില് ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ഈ നായ്ക്കളൊക്കെ ഒന്ന് എന്താ പറയാ കണയത്തൊരു 1.5 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. സ്ഥലം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താവുന്നത്. നമുക്ക് ഒരുമിച്ച് കണ്ടെത്തി അത് ചെയ്യാനുള്ള ശാശ്വത ABC പദ്ധതി പ്രകാരം തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുന്നത് ആരാണ് പരിശോധിക്കുന്നതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിച്ചു. ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നതിനെയും കൗൺസിലർമാർ ചോദ്യം ചെയ്തു. അപ്പോൾ തെരുവുനായ കടിച്ച ആളുകൾ ഇതിന്റെ മുമ്പും പല ആളുകൾ ഉണ്ടായിരുന്നു. അവർ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു നഷ്ടപരിഹാരമുണ്ട് എന്നുള്ളൊരു കാര്യം പല ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്ക്, കടിയേറ്റ ആളുകൾക്ക് അറിയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ABC പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ കൗൺസിലിൻ്റെ ഒപ്പത്തോടൊക്കെ ഞാൻ ചേർന്നവരോട് ഉണർത്താനുള്ളൊരു കാര്യമാണ്. നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നായകളുടെ പ്രചരണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ നായകൾ ഇഷ്ടംപോലെ പെരുകയാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മള് ഇതിനു മുമ്പ് കൗൺസിലിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ABC പദ്ധതിക്ക് വരുന്ന ആളുകൾ നമ്മളെ അറിയിക്കുന്നില്ല, അറിയിക്കാതെ പോവുകയാണ്. ഇത് അവരത് അറിയിക്കാത്ത മൂലം നമുക്കെന്താ ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഒരുപാട് ആളുകൾ ഇനി ഇത് ആവശ്യപ്പെടാം. തെരുവുനായകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം കഴിച്ച ആളുകൾ ഇവർക്കൊക്കെ കോടതിയിൽ സമീപിക്കാനുള്ള ഒരു ഇത് കിട്ടുകയാണ്. ഇതൊക്കെ ഒരു അവസരമാണ്. അല്ല ആളുകൾ ഇത് നമ്മളായിട്ടാണ്, നഗരസഭ ആയിട്ടാണ് ഇതൊരു അവസരം ഉണ്ടാക്കിയത്. അതേസമയം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായിട്ടില്ലെന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സരിജഗൻ കമ്മിറ്റിയെ സമീപിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് മറുപടി നൽകി. ഈ കാര്യത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ശുപാർശയും കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൗൺസിലിനെ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ABC പ്രോഗ്രാം. അപ്പോൾ അവർ ഷെഡ്യൂൾ ചെയ്യുന്ന ഡേറ്റാണ് അവർ വരിക. എന്നിട്ട് അവർ സ്ഥലങ്ങളോട് 5 ലക്ഷം രൂപ ചെലവെന്താണെന്ന് നിർവഹിച്ച്
എന്നാൽ കഴിഞ്ഞ വർഷം ABC പദ്ധതി നടപ്പാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് നൽകേണ്ട 5 ലക്ഷം രൂപ നൽകാനായിട്ടില്ലെന്നും സാമ്പത്തിക പ്രശ്നം കാരണമാണ് നൽകാൻ കഴിയാതിരുന്നതെന്നും സെക്രട്ടറി PS രാജേഷ് കൗൺസിലിൽ പറഞ്ഞു. ഈ വർഷം ABC പദ്ധതിക്കായി 5 ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർഡുകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം നിയന്ത്രിക്കാൻ ഉപ്പും തുരിശും വാങ്ങാനും കൗൺസിൽ അംഗീകാരം നൽകി. ആവശ്യമായ വാർഡുകളിൽ കണ്ടിജന്റ് ജീവനക്കാരോ വളണ്ടിയർമാരോ എത്തി തുരിശും ഉപ്പും ഇടുമെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ ഇന്ധനം ഗ്യാസാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ ഇംപാക്റ്റിനെ ചുമതലപ്പെടുത്തി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം. നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച്, 2nd ഫ്ലോർ, കൊപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ, മെയിൻ റോഡ്, ഷൊർണൂർ.